ഹലോ, ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെ ഒരു 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ നാച്ചുറൽ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാൻ മടിയായതുകൊണ്ട് മിക്കവാറും അതേപോലത്തെ മേടിച്ചാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെറിയ പുകച്ചിൽ പോലെ തോന്നിയാലും നല്ല റിസൾട്ടാണ്. നമുക്ക് ഫേസ് നല്ല ക്ലീൻ ആവും. അതേപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ഇത് വന്നിട്ട് മാമകത്തിൻ്റെ ഉപ്തൻ ഡീറ്റാൻ ഫേസ് പാക്ക് ആണ്. നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഡള്ളായിട്ടുണ്ട് അല്ലെങ്കിൽ കരിവാളിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് വെക്കുക, എന്നിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തത് ഏകദേശം തീർന്നാണ് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ഒരു ഫേഷ്യൽ ക്ലൻസറാണ് കേട്ടോ. അപ്പം നിങ്ങൾ മൈൽഡായിട്ടുള്ള നോക്കുകയാണ്, കുറച്ച് റേറ്റ് ഉണ്ട്. കുറച്ച് സ്കിന്നിനെ സേഫ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ആക്കുന്നുണ്ട്. നന്നായിട്ട് ഒരുപാട് റിവ്യൂ കണ്ടിട്ടൊക്കെ എടുത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നേ. പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡെർമാക്കോയിൻ്റെ ഓയിൽ ഫ്രീ ഡെയിലി മോയ്സ്ചറൈസർ ആണ്. ഇത് കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്കൊരു ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്കാണ് കേട്ടോ നന്നാവുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത്ര നന്നാവില്ല, ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ്. പിന്നെ ഈ ഒരു നമ്മൾ ഈ എന്താ പറയുക ഡെർമാക്കോയിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് കൊണ്ട് ഞാൻ യൂസ് ചെയ്തത് ഓയിലി സ്കിന്നാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ സെറാമൈഡ് ഹൈലറോണിക് ആസിഡ് ഒക്കെ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് കുറച്ചും കൂടെ നന്നാവുക നമ്മുടെ ഒരു ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്കാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ ആണ്. നമ്മളുടെ നോർമൽ സൺസ്ക്രീൻ പോലെ ആയിരിക്കില്ല, ഒരു ജെല്ല് പോലെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ജെൽ ടൈപ്പ് യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പം അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ തരുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാം ആണ്. ചെറുതായിട്ട് ടിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, SPF 50 ഒക്കെ വരുന്നതാണ്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ മെബലൈൻ്റെ ഒരു ലിപ്പി എന്നുള്ള ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും പറ്റുന്ന നല്ല കളറാണ്. സൂപ്പർ സ്റ്റേ ആണിത്. അത്രയും നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് ലിപ്സിൽ അങ്ങനെ തന്നെ നിൽക്കും. നമ്മളിതിങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, അത്രയ്ക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഈ ഒരു റേഞ്ചിൽ വരുന്നത്. പിന്നെ നമ്മുടെ ലാക്മേൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഷുഗറിൻ്റെ ആ ഒരു നെയിൽ പോളിഷാണ്. ഇപ്പം എൻ്റെ ആ ഒരു കയ്യിൽ ഇട്ടിട്ടുള്ള നെയിൽ പോളിഷില്ലേ, അത് ഈ ഒരു ഷുഗറിൻ്റെ തന്നെ നെയിൽ പോളിഷാണ്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് അത് വരുന്നത്. ഇത് വന്നിട്ട് ഫേസസ് കാനഡേൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. മിക്കവാറും എല്ലാം നമ്മൾ ഒരു ലിപ്പ് കളറിനും ചേരുന്ന ഒരു ടൈപ്പിലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് മാഴ്സിൻ്റെ ഒരു കാജലല്ല ഐലൈനർ പെൻ വരില്ലേ നമുക്ക്, ഇപ്പോൾ കണ്ണെഴുതാൻ നമുക്ക് ഐലൈനർ വരയ്ക്കുമ്പോൾ ഒക്കെ ചിലർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോൾ നമുക്കങ്ങനെ തെറ്റി പോകുന്നില്ല, നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐലൈനർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു കാജലാണ്. അപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ആമസോണിൽ ഇപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കൂ.